ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണം വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളും ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ വാങ്ങിച്ചത് ഇവാനിയമ്മക്കുള്ള ഓണക്കോടിയായിരുന്നു. മനസ്സിൽ ഉണ്ടായിരുന്ന പ്ലാൻ അനുസരിച്ചുള്ള മെറ്റീരിയൽ അല്ല എനിക്ക് കിട്ടിയത്. തുണിക്കടയിൽ പോയപ്പോൾ അവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലോട്ട് വേണ്ട കുറച്ച് ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴാണ് അത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇവാനിയമ്മളുടെ ഓണക്കോടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വിചാരിച്ചേക്കാളും അതിമനോഹരമായിരുന്നു ആ ഡ്രസ്സ്. അതിനനുസരിച്ചുള്ള വളയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് പൂക്കളം ഇടാനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവാനിയമ്മോളാണ് പൂക്കളം ഇട്ട് തുടങ്ങിയത്. അവളുടെ ഇഷ്ടത്തിന് അവൾ പറയുന്നിടത്ത് അവൾ പറയുന്ന കളറൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ പൂക്കളം എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇവാനിയമ്മളുടെ ഓണക്കോടിയൊക്കെ ഇട്ട് പൂക്കളത്തിൻ്റെ ലാസ്റ്റ് അറേഞ്ച്മെൻറ്റും കൂടി ഇവാനിയമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വേണം നമുക്ക് ഇവാനിയമ്മളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ പൂക്കളൊക്കെ ഭംഗിയുണ്ടോ? എല്ലാവരും ഈ കൊല്ലത്തെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കൊക്കെ അവിടെ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓണാഘോഷമൊന്നുമില്ല. ഈ വീട്ടിലിടുന്ന പൂക്കളവും സദ്യയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടമ്മമാരുടെ ഒരു ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ പൂക്കളം ഫൈനലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവാനിയമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഇവാനിയമ്മളുടെ ഓണക്കോടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ മനസ്സിലുണ്ടായിരുന്നത് വേറൊരു പ്ലാനാണ്. പക്ഷേ ആ മോഡൽ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു മോഡൽ വാങ്ങിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതും മനോഹരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഓണസദ്യയുടെ പ്രിപ്പറേഷനിലാണ്. സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പൊക്കെ ഇട്ടു. അതുപോലെ അവിയൽ വയ്ക്കാനുള്ള കഷ്ണങ്ങളും ഓലം വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതെല്ലാം തയ്യാറായിട്ടുണ്ട്. ഓണത്തിന് സേമിയ പായസമാണ് തയ്യാറാക്കിയത്. ഇവാനിയമ്മൾക്ക് സേമിയ പായസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പാലടപ്രഥമൻ തയ്യാറാക്കാത്തത്. സേമിയ പായസമാണെങ്കിൽ അവൾ എന്തോരം വേണം കഴിച്ചോളും. ഈ കൊല്ലം ഓണത്തിന് അവൾ ഒരുവിധം കറികളെല്ലാം കൂട്ടി ആദ്യമായിട്ടാണ് ഇതുപോലെ നല്ലൊരു ഓണസദ്യ അവൾ കഴിക്കുന്നത്. സാധാരണ അവൾ അങ്ങനെ സാമ്പാറൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് നേരെ വൈകുന്നേരമായപ്പോൾ നമ്മൾ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നു. ഫസ്റ്റ് ടൈമാണ് ഓണത്തിൻ്റെ അന്ന് തന്നെ വീട്ടിലോട്ട് വരാൻ പറ്റുന്ന ഒരു അവസരം കൂടി കിട്ടിയത്. സാധാരണ ഓണത്തിന് മുമ്പ് വീട്ടിലോട്ട് പോയിട്ട് അവർക്ക് ഫുഡൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടാണ് വരാറ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഇവാനിയമ്മോൾ ഇവിടെയും ഒരു പൂക്കളൊക്കെ ഇട്ടു. രണ്ട് സ്ഥലത്ത് പൂക്കളിടണം അവൾക്കാണ് നിർബന്ധം. അങ്ങനെ വൈകുന്നേരമാണ് എൻ്റെ സ്വന്തം വീട്ടിൽ പൂക്കളിട്ടത്. അങ്ങനെ ഇവാനിയമ്മോൾ തയ്യാറാക്കിയ രണ്ടാമത്തെ ഒരു പൂക്കളമായിരുന്നു ഇത്. അതിന് ശേഷം വീട്ടിൽ വൈകുന്നേരം ഓണസദ്യ അപ്പച്ചൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഓണസദ്യക്കായിരുന്നു. അപ്പോൾ അപ്പച്ചൻ കറികളും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഓണം. വളരെ സിമ്പിളായിരുന്നു. ഓണസദ്യയും പൂക്കളൊക്കെ ആയിട്ടായിരുന്നു ഓണം ആഘോഷിച്ചത്. രണ്ട് വീട്ടിലും ഒരു ദിവസം തന്നെ ഓണം ആഘോഷിക്കാൻ പറ്റി എന്നതിന് ഒരു സന്തോഷവും കൂടിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരാം. ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.